ഹലോ, അസ്സാം വലൈക്കും. ഇന്നത്തെ ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ തന്നെ ഗ്രൂമിൻ്റെ സിസ്റ്റർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ റെഡി ആവണം, 7:30 ആകുമ്പോഴേക്കും ഫോട്ടോഷൂട്ടിന് പോകണം എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചതിനേക്കാളും നേരത്താണെന്ന് മേക്ക് ഓവറിന് പോയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 3 മണിക്ക് എണീച്ച് 4 മണിക്ക് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രൈഡിൻ്റെ വെഡ്ഡിംഗ് ലുക്ക് ഹിജാബും സാരിയും പിന്നെ സൈഡിലൊരു ഷോള് സ്റ്റൈൽ ചെയ്തിട്ടുള്ളൊരു മോഡലായിരുന്നു. ഓർണമെൻറ്റ്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബ്രൈഡിനൊട്ടും മേക്കപ്പ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രൈഡിൻ്റെ ഫേസിലാണെച്ചാൽ നല്ലോണം ടാൻ ഉണ്ടായിരുന്നു. ഞാൻ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഗ്രൂമിൻ്റെ വീട്ടിലേക്കാണ്. അടുത്ത് തന്നെയാണ് കേട്ടോ ഗ്രൂമിൻ്റെ വീട്. ഗ്രൂമിൻ്റെ സിസ്റ്റേഴ്സിനെ ഒരുക്കാനായിരുന്നു. അതിലൊരു സിസ്റ്റർ എൻ്റെ ബാച്ചാട്ടോ. അപ്പോൾ അവളായിട്ട് ഞാൻ നല്ല കമ്പനി ഉണ്ടായിരുന്നു. പിന്നെ അസീബനെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ 5-ാം മൈലിലേക്ക് എത്തി. എൻ്റെ വീട്ടിലിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കാട്ടോ. പിന്നെയുള്ള വർക്ക് എൻ്റെ ഉമ്മമാൻ്റെ വീടിൻ്റെ അടുത്ത് വെച്ചിട്ടാട്ടോ. എൻ്റെ കസിൻ്റെ ഫ്രണ്ടിൻ്റെ വർക്കാണ്. അപ്പോൾ ഇന്ന് അസീബിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു കേക്കൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഉമ്മമാൻ്റെ വീട്ടിൽ പോയിട്ട് കേക്ക് മുറിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഉമ്മമാൻ്റെ വീട് വരുന്നത് മഞ്ഞാടി കേട്ടോ, കുഴൽമന്നം. എല്ലാവർക്കും ഉണ്ടാവും ഒരുപാട് മെമ്മറീസ് ഉള്ള ഒരു ഉമ്മമാൻ്റെ വീട്. പണ്ട് വെക്കേഷനൊക്കെ ആയെന്ന് വെച്ചാൽ ഇവിടെ ആയിരുന്നു ഞങ്ങൾ ഉണ്ടാവുക ഫുൾ ടൈമും. ഞങ്ങൾ വന്നിറങ്ങിയതും ആദ്യം കാറിൽ തന്നെ ഇരുന്നു കേട്ടോ. അവനക്ക് ഷിബിൽ വന്ന് എടുക്കണം എന്നായിരുന്നു. അവന് വന്നെടുത്തപ്പോൾ പിന്നെ അങ്ങനെ സെറ്റായിട്ട് അങ്ങനെ പോയി. ഇതാണ് ഞങ്ങളുടെ അമ്മായി ഞങ്ങൾ വന്നുകൊണ്ട് പൊറോട്ട ഉണ്ടാക്കായിരുന്നു കേട്ടോ. അന്ന് പിന്നാണ്ട് പോയില്ലേ, അതിന് പിടിച്ചു വെച്ചാണ് ഞങ്ങൾ 2 ആഴ്ച മുന്നേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമൊന്ന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് ഇവിടെ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാനൊന്നും പറ്റിയില്ല. വേഗം ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങി. അപ്പോൾ അതാണ് മുത്തൂസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുത്തൂസിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഇങ്ങനെ ശ്വാസമല്ല മരുന്ന് ഇങ്ങനെ വലിക്കണത്. ഹസീബിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ, ഇവിടെ വെച്ചിട്ടായിരുന്നു. ഇവിടെ കുഞ്ഞു കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും പാടായിരുന്നു ഇങ്ങനെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളൊരു വൈകുന്നേരമായിട്ടാണ് കേക്ക് വാങ്ങാൻ പോയത്. അതിന് ശേഷം ആദുവിൻ്റെ നിന്ന് ആ കേക്ക് ഇങ്ങനെ മറച്ചേക്കാന്നുള്ളത് വലിയ ടാസ്ക്. കഴിച്ച് കേക്ക് കട്ട് ചെയ്തതും അന്വർക്ക് പോയിട്ടുണ്ടായിരുന്നു. ആദു എപ്പോഴും ഇല്ലാത്തൊരു കരച്ചിലായിരുന്നു അന്വർക്ക് പോകണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അന്വർക്ക് പോയിട്ട് കാടൂർക്ക്. അന്വർക്ക് പോയി കഴിഞ്ഞതും മാമ വന്നുട്ടാ. ഞങ്ങൾ ചെറുപ്പത്തിൽ മാമ വരുന്നതും കാത്ത് മാമൻ്റെ ഒരു ഹോണടി ഉണ്ട് TVSൻ്റെ, അതും കാത്തിരിക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ 6 പിള്ളേരുണ്ടല്ലോ. അപ്പോൾ ആരാണ് ആ പൊതി വാങ്ങാന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഇവർ തമ്മിലാട്ടോ, ആദും ഷെയാനും ഇസാനും തമ്മിലായിരുന്നു ഇങ്ങനത്തെ പരിപാടികളൊക്കെ. പിള്ളേരൊക്കെ ഉറങ്ങിയ ശേഷമാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.